ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൻസൂറിൻ്റെ ബാക്കിലാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് എത്തിയേക്കണത്. ഹോട്ടൽ പെരിയാറാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ വാരാപ്പുഴ എന്ന് പറയുന്ന പാലത്തിന് താഴെയായിട്ടുള്ള ഒരു ഷോപ്പാണിത്. റെസ്റ്റോറൻ്റ് ആണ്. സീ ഫുഡ് കിട്ടുന്ന നമ്മുടെ മെയിൻ സ്ഥലത്ത് ഗതിയാണ്. മത്സ്യങ്ങൾ വിഭവങ്ങളായിട്ടുള്ള ഫുഡിൻ്റെ കുറച്ച് സ്പെഷ്യലുള്ള ആയിട്ടുള്ള സ്ഥലമാണിത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾക്കാണ് വന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഈ കാഴ്ചകൾക്ക് ഒരുമിച്ച് പോകാം. നമ്മിപ്പോ ഇവിടത്തെ അടുക്കളയിലാണ് ഉള്ളത്. ഇത് കരിമീൻ കറിയാണ്. ചെമ്മീൻ, കൂന്തള്, കക്ക, ചെമ്മീൻ റോസ്റ്റ് ആണ്. ചെമ്മീൻ റോസ്റ്റ്. ഇത് എന്താ കതിരാൻ എന്ന് പറയുന്നത്. ഇത് പള്ളത്തി. ഇത് കിളിമീൻ. ഇത് ഞണ്ട്. ഈ കാണുന്നത് ഞണ്ടാണ്. ഇത് താറാവ് റോസ്റ്റ്. താറാവ് ഫിലോപ്പി. കൊഴുവപ്പീര എന്ന് പറയുന്നത്. ഇത് ഈ കാണുന്നത് കൊഴുവപ്പീര. പിന്നെ എന്റെ ഈ കയ്യിൽ ഇത് പുതിയായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ കരിമീൻ പൊള്ളിച്ചത്. സ്പെഷ്യലാണ് ഇവിടുത്തെ. എല്ലാരും വന്ന് ട്രൈ ചെയ്യണം. സ്പെഷ്യൽ കണ്ടതാണ്. ഇത് നോക്കിയേ, മീനിന്റെ തല. ഇതെന്ത് മീനാ ചേട്ടത്? കേരയുടെ തല നീ കാണുന്നുണ്ടിരിക്കണ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കിച്ചണിലേക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ് ഇവിടത്തെ സെറ്റിംഗ് റൂമാണ്. അപ്പൊ ഇത് ഇവിടുത്തെ കിച്ചണാണ്. ഇവിടുത്തെ രണ്ട് മെയിൻ ഷെഫുകളുണ്ട്. നമുക്ക് അവരൊക്കെ എന്തായാലും പരിചയപ്പെടാം. നമ്മ ഇതിന് മുമ്പുള്ള ഞാൻ വീഡിയോസ് കണ്ടാവും. ബിൻചേട്ടൻ്റെ ആയാലും ഹാരിസ്കാടായാലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ചിരിച്ചിരിക്കുക നമ്മളടുത്ത് ചേച്ചിയുണ്ട്, നമ്മളെ ഇക്കയുണ്ട്. നമുക്ക് അവർ രണ്ടുപേരും എന്തായാലും പരിചയപ്പെടണം. അബ്ദുൽ കരീം എന്നാണ്. കാരണം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പെരിയാർ ഹോട്ടലിലെ രണ്ട് മെയിൻ ഷെഫുകളിൽ ഒരാളാണ് നമ്മളിക്ക. അവിടെ നിന്നാണ് ഇക്ക എൻ്റെ പ്രഷർ രണ്ട് വാക്കും നോക്കാം. എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? കരിമീൻ പൊള്ളിച്ചത്, താറാവ്. ഇതില് നാടൻ പ്രിപ്പറേഷൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ആയിട്ട് ചെയ്യാനുള്ളൂ. അല്ലാണ്ട് വേറെ ടേസ്റ്റ് മേക്കറായിട്ടൊന്നും ഒന്നുമില്ല. നമ്മളെ ലേഡി ഷെഫാണ് ഐഷു ചേച്ചിയാണ്. നമുക്ക് ഐഷു ചേച്ചി അടുത്തേക്ക് വരാം. മെയിൻ ഷെഫാണ് ഇവിടെ. ഐഷു ചേച്ചി എന്തൊക്കെ ഉണ്ടാകുന്നത്? ചേച്ചി പറഞ്ഞ ഇവിടത്തെ ഫ്രൈ എന്താണ് പറയാമോ? വാക്ക് സത്യം പറയാല. അത്രേ ഇത് ബീഫ് അച്ചാറിനുള്ള ജോബി. ഇത് പൊരിക്കാനുള്ളതാണ്. ഇതൊക്കെ മാന്തല്, കൊടുവ. ഹാഫായിട്ട് ഇത് ഫ്രൈ ചെയ്യും. എന്നിട്ട് ബാക്കി ഇത് പൊള്ളിക്കാണ്. അല്ലാണ്ട് നേരിട്ട് പൊള്ളിക്കലല്ല. നേരിട്ട് പൊള്ളിച്ചു. ഒരു പറയുന്നത് വെച്ചാല് നമ്മുടെ കസ്റ്റമേഴ്സ് നേരിട്ട് പറഞ്ഞാൽ ഇപ്പൊ നേരിട്ട് പൊള്ളിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ പച്ചനെ ഇത് പൊള്ളിച്ചു കൊടുക്കും. അല്ലാണ്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ബാക്കി പൊള്ളിക്കുമല്ലോ. ബാക്കി എല്ലാം പൊള്ളിക്കില്ല. കരിമീൻ പൊള്ളിക്കല മെയിൻ മസാല കാണാം. മസാല ഇവിടെ കൂട്ടി വെച്ചേക്കിന്. അപ്പോൾ അതിന് ശേഷം ഈ കാണുന്ന മീനെടുത്ത് മസാല തേച്ച് നമ്മുടെ വാഴയില് പൊതിഞ്ഞ് ഈ കാണുന്ന ചട്ടിയിൽ വെച്ചിട്ടാണ് അവർ ഫ്രൈ പോയി. ഇവിടെ നേരത്തെ എത്തണ എന്നാലും ഇത് കറക്റ്റ് ആയിട്ട് അറിയാൻ
ഇവിടുത്തെ ഫുഡിൻ്റെ റിവ്യൂ വയ്ക്കുകയാണ്. ഇവിടുത്തെ ഡക്ക് ശരിക്കും ഞാനൊരു സംശയത്തോടു കൂടിയാണ് എടുത്തത്. കാരണം സാധാരണ താറാവ് കഴിക്കുമ്പോൾ ഒരു ചുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് നല്ല സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. താറാവ് കഴിക്കാത്തതാണ്, നല്ലപോലെ കഴിച്ചു. പിന്നെ നല്ല സ്പ്രെഡുണ്ട്, ഓരോ ഫിഷ് ഐറ്റവും നല്ല ടേസ്റ്റായിട്ടുള്ളതാണ്. ഇനിയും വരാൻ തോന്നുന്നത് നല്ല ഫുഡാണ്. എല്ലാം ഇവിടുത്തെ ഫുഡിനെ കേട്ടറിഞ്ഞ് വന്നതാണ്. എങ്ങനെയാണ്? അല്ല കേട്ട് ആദ്യമായിട്ട് അല്ലല്ല, ഞങ്ങളൊരു ഓഫീസിൽ നിന്ന് പോകുന്ന വഴി ഇവിടെ കയറിയിട്ട് കഴിച്ചിട്ട് പോയതാണ്. സ്ഥിരം വരാറുള്ള സ്ഥലമാണ്. പള്ളിയിലെ അച്ഛനാണ്. അച്ഛനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഇവിടെ? നല്ല രുചിപ്രദമായ ഭക്ഷണം, ഇഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ വന്നുകൊണ്ട് ഭക്ഷിക്കാറുണ്ട് ഇവിടെ വന്ന്. പിന്നെ നമുക്കിഷ്ടപ്പെട്ട മീൻ കറികൾ ലഭിക്കും എന്നുള്ള ഇവിടുത്തെ പ്രത്യേകത. നമ്മ ഓരോരാൾക്ക് ഇപ്പോൾ സജസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റുമോ ഇവിടുത്തെ? തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അച്ഛൻ പറയണേ തീർച്ചയായിട്ടും നമുക്ക് വേറൊരു സുഹൃത്തിനെ തീർച്ചയായും ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കട. ഏത് ടേസ്റ്റുള്ള ഭക്ഷണവും ഇവിടെ റെഡിയാണ്. അതായത് കരിമീൻ, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഏത് വെറൈറ്റി ഫുഡും നമുക്കിവിടെ റെഡിയാണ്. പിന്നെ ഏറ്റവും ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ആളുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള ക്വാളിറ്റി. അപ്പോൾ ചേട്ടൻ പറയണ വേറെ ഒന്നല്ല, നമ്മൾ കൊടുക്കണ കാശിന് അതിന് അപ്പുറത്തെ ക്വാളിറ്റിയാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചിടുന്നത്. അതുകൊണ്ടാണ് ഈ കാണുന്ന ഈ ആംബിയൻസ് കണ്ടത്. ഈ കാണുന്ന തിരക്ക് ഇതൊന്നുമല്ല, ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴാണ് തിരക്ക്. ഫുഡ് കഴിക്കണ പരിപാടിക്ക് നമ്മൾ ഇവിടെ കടക്കാൻ പോകുന്നത്. ഇവിടെ കൂടാതെ അജുണ്ട്, ഇപ്പുറം മനുണ്ട്. അപ്പോൾ അജുനൊക്കെ യാദൃശികമായിട്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക്. നമ്മളിവിടെ എത്തിപ്പെട്ടപ്പോൾ അജു ഇവിടെ എത്തിപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും എന്തോ ഫുഡ് കഴിക്കാനിരുന്ന് ഇടിച്ചേക്കണ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആക്കുന്ന ബോക്സ് മൊത്തം എടുക്കണമെന്നുണ്ടെങ്കിൽ 1200 സംതിങ്ങോളം അടുത്ത് വരുന്നുണ്ട് ഏകദേശം. അടുത്ത് വരുന്നുണ്ട് ചാർജ്. അത് ഇപ്പോൾ ആകാണ ഐറ്റംസിന് എന്തായാലും വറുത്താണ് നമുക്ക്. ഇപ്പോൾ ഞങ്ങൾ എടുത്തേണ സാധനം കാണിച്ചു തരാം. ഞണ്ട്, ചെമ്മീൻ റോസ്റ്റ്, പീര. എന്താന്ന് പറയാൻ പറ്റും എനിക്കിത്? പക്ക റോസ്റ്റാണ്. അൺബോക്സിങ് കൊടുക്കാൻ സ്പെഷ്യല് മനുവാണ് അൺബോക്സിങ് ചെയ്യണം. കിച്ചണിൽ കണ്ട സാധനം ഉണ്ട് ഇത്. ഓക്കെ, അതിനൊരു പീസ് എടുത്ത് കഴിക്കണേ. ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാമല്ലോ ഗൈസ്. നിങ്ങൾ സത്യം വന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഈ വീഡിയോ ആണ് ഒട്ടുമിക്ക പേരും കൂടെ വന്ന് കഴിച്ചിട്ടുണ്ടാവും. ഞാനിത് കഴിക്കാത്തവർക്ക് വേണ്ടിയാണ്. 250 രൂപയുള്ള കറക്റ്റ് സാധനം. അതെന്ന് വെച്ചാൽ ഹോട്ടൽ പേരായിട്ട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. കാണാം പൊള്ളിച്ചത്. എന്തായാലും വരും ഇങ്ങനെ ട്രൈ ചെയ്യണം. ഓരോന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം ഓരോന്നിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. ആദ്യം നമുക്ക് ഞണ്ടനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ ഞണ്ടിനെ ആ റോസ്റ്റ് ചെയ്തേക്കുന്ന കറക്റ്റായൊരു ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിവിടെ വന്നല്ലേ കഴിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യണം. വന്നാലും എനിക്കത് പറ്റി മനസ്സിലാവും. ഞാൻ അടുത്തുണ്ട് ചെമ്മീൻ റോസ്റ്റ് കഴിച്ചു പറയണം. ചെമ്മീന് രണ്ടിന് വലിയ എരിവില്ല. ചെമ്മീൻ അത്യാവശ്യം റോസ്റ്റ് നല്ല എരിവും. കക്ക റോസ്റ്റ് ചെയ്ത് നോക്കാം. എരിവില്ല ഇല്ല. ഇതിനാ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നന്നായി ഫ്രൈ ആയിട്ട് നല്ല ഡ്രൈ ആയിട്ട്. അതാണ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ്. കൊഴുവപ്പീര ഉണ്ട്. തേങ്ങ കിട്ടേ ഇതൊക്കെ മിക്സിയിലിട്ട് അടിച്ചൊരു മീൻ നമ്മുടെ കൊഴുവാണ്ടില്ല, കൊഴുവേണ്ടി മീനിൽ മിക്സ് ചെയ്തൊരു സംഭവമായിട്ടാണ്. കുഴപ്പമില്ല, നല്ല നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടും. എന്തായാലും വരും ട്രൈ ചെയ്യണം. ബാക്കി വെച്ചുള്ള നമുക്ക് കാണാം. യുദ്ധം നടന്നൊരു വീട്ടിലെല്ലാം കഴിച്ച് നമ്മൾ ഇരിക്കണം. നല്ല ഫുഡ് തന്നെയായിരുന്നു, സൂപ്പറായിരുന്നു. പായസം കൂടി തന്നിരുന്നു. ഇന്ന് പായസം നമുക്ക് ഒന്ന് കുടിച്ചു നോക്കാം. ഗോതമ്പ് പായസം ഒന്നും പറയാനാണ്. ഫുഡ് കഴിച്ച് ഫുഡ് അസലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അവസാനം കിട്ടുന്ന ഗോതമ്പ് പായസം സൂപ്പർ. ഫുഡും അതുപോലെ തന്നെ സൂപ്പർ.
കൂടുതലൊന്നും പറയാല്ല. നിങ്ങളിപ്പോൾ എൻ്റെ ഇവിടെ വരാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. വരാത്തവരെന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം ലൈഫിൽ. സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഇവിടെ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരൊറ്റ കാര്യം തന്നെയാണ്. ഉദ്ദേശിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കണക്കാണ്. അപ്പോൾ ഫുഡ് ഒന്നും പറയാനുള്ള കിടുക്കൻ സൂപ്പർ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ ഉള്ളത് ഇവിടുത്തെ മാനേജറാണ്. ഹോട്ടൽ പെരിയാറിൽ വന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ അപ്പു എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇവിടുത്തെ മാനേജറാണ്. ഇവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും പുള്ളിക്കാരനോട് ചോദിച്ചാൽ മതി. അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ ഓരോ ആൾക്കാരുള്ളത്. ഒരു വീഡിയോ എടുക്കാൻ പോലും അത്രയും നല്ല സപ്പോർട്ടാണ് നമുക്ക് ഇവർ തരുന്നത്. പ്രേക്ഷകർ ഒരു 2 വാക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടുത്തെ മെയിനായിട്ട് കരിമീൻ പൊളിച്ചതാണ്. പിന്നെ ഇവിടെ വന്ന് ഇഷ്ടംവരെ കൊടുങ്ങല്ലൂർ ടീം ഇപ്പോൾ ഇവർ വന്നെങ്കിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ടീമാണ് വീഡിയോ എടുക്കാൻ വന്നെങ്കിൽ. ഇവർ വന്നപ്പോൾ തന്നെ കുറേ കൊടുങ്ങല്ലൂർ ഇവരെ തന്നെ ഫ്രണ്ട്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ജസ്റ്റ് നിങ്ങൾ വന്ന് നോക്കുക. അപ്പൊ അതാണ് എല്ലാരും പറയാനുള്ളത്. ഇവിടെ വന്ന് അല്ലേ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് എന്തായാലും ഒരാള് വന്ന് ഇവിടെ ഒരു പ്രാവശ്യം വന്ന് പിന്നെ വന്നോളും. എല്ലാവരും ഇവിടെ വന്ന് അല്ലെ സപ്പോർട്ട് ചെയ്യാ, ട്രൈ ചെയ്യാ അല്ലേ. അപ്പൊ എൻജോയ് ചെയ്യാ. ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ ബൈ, സീ യു. I'm walking alone, the streets are empty.